ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 കൃഷ്ണ. ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിലെ ഏറ്റവും മർമ്മമായിട്ടുള്ള സ്ഥാനമാണ് ദശമസ്കന്ധത്തിന്. അതുപോലെ തന്നെ ദശമത്തിന്റെ ലക്ഷണം എന്നുള്ളത് നിരോധമാണ്. ചിത്തവൃത്തി നിരോധ എന്ന് പറയും. മനസ്സിനെ ഇതിൽ പരം ഒരു തെളിയിക്കുവാൻ വേറെ ഒരു മാർഗവുമില്ല. ശരി, അതുകൊണ്ട് നമുക്ക് ഭഗവത് കഥകളിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ തുടച്ചു മാറ്റുക എന്നതാണ്. ഭഗവതി രാഗ വിഷയേഷു വിരാഗ, ഇതാണ് നിരോധം എന്നുള്ള വാക്കിന്റെ താല്പര്യം. ഇവിടെ നമ്മള് ഗോപികമാരുടെ രാസലീലയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാരദ മഹർഷി ഭക്തി സൂത്രത്തില് ശക്തിയുടെ അല്ലെങ്കിൽ ഭക്തിയുടെ മാതൃകയായിട്ട് ആരെയാണ് കാണിച്ചിരുന്നത്? മാതൃകയായിട്ട് കാണിക്കുന്നത് എത്ര ഗോപികാഹ, ഗോപികമാരെയാണ്. അപ്പം നമ്മളുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എന്താണ് ഇവരുടെ ആശ്രയം എങ്ങനെയായിരുന്നു? അവരുടെ നിവൃത്തി മാർഗത്തിലേക്കുള്ള ഒരു ആശ്രയം തന്നെയായിരുന്നു അവിടെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൗകികം എന്നുള്ളതിനെ പറ്റി അവരെ ബാധിക്കുന്നേ ഇല്ല അവിടെ. അപ്പം ഇവിടെ ഭഗവാൻ അവരോട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ദുസ്സഹ പ്രേഷ്ഠ വിരഹ തീവ്ര താപദുദാശുഭാഹ ധ്യാനപ്രാപ്താച്യുതാശ്രയേഷു നിർവൃത്യ ക്ഷീണമംഗളാഹ. യഥാർത്ഥത്തില് ഈ പാപവും പുണ്യവും സമ്മിശ്രമായിട്ടുള്ള നമ്മളുടെ ഈ ഒരു പ്രാരബ്ധ കർമ്മങ്ങൾ അല്ലെ, ഈ ശരീരം സ്വീകരിക്കുന്നതിന് അതിന് വേണ്ടാണല്ലോ, പ്രാരബ്ധ കർമ്മങ്ങൾക്ക് വേണ്ടാണ്. അപ്പൊ അത് എല്ലാം അവസാനിച്ചു എന്നും ആ ജഗദ്ധിതാവായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാനെ അല്ലെ ഒരു ജാരപുരുഷനെ സ്വീകരിക്കുന്ന പോലെ ആണ് ഗോപികമാര് തയ്യാറായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ടവരാണ് താനും. അത് തന്നെയല്ല, ത്രിഗുണമയമായിട്ടുള്ള ശരീരത്തെ ഉപേക്ഷിച്ചതായിട്ടുള്ള ജീവാത്മാവ് പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കുക. ഇതാണ് ശരിക്കും രാസലീലയുടെ ഒരു തത്വം. അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ നിവൃത്തി മാർഗത്തിലേക്ക് കിടക്കുന്ന ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൊട്ടബുദ്ധി കൊണ്ട് നമ്മൾ ലൗകികമായിട്ടുള്ള രീതി നമ്മൾ ചിന്തിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കത് ഒട്ടും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേപോലെ തന്നെ പരീക്ഷിത്തോടെ ചോദിക്കുന്നു. പരീക്ഷിത്ത് എന്താ ചോദിക്കുന്നത്? കൃഷ്ണം വിദുഃപരം കാന്തം നതു ബ്രഹ്മതയാ മുനെ ഗുണപ്രവാഹോ പരമാസ്താസാം ഗുണധിയാം കഥം. ഹേ ഗുരുനാഥ, ഭഗവാൻ, ഈ ഭഗവാനെ ആ ഗോപികമാര് യഥാർത്ഥത്തില് ഈ ഗുണങ്ങളോട് കൂടിയല്ലേ അവിടുന്ന് ആശ്രയിച്ചത്. കാമപൂരണത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു ജാരപുരുഷനായിട്ട് മാത്രമല്ലേ അവിടുന്ന് കരുതിയിട്ടുള്ളൂ എന്ന് പരീക്ഷത്തിന്റെ ചോദ്യം. അപ്പം ഈ പരബ്രഹ്മ ബുദ്ധി അവരിൽ ശരിക്കും ഉദിച്ചിട്ടേ ഇല്ല. കൃഷ്ണനെ കുറിച്ചുള്ള പരമബുദ്ധി അവരിൽ ഉദിച്ചിട്ടേ ഇല്ലല്ലോ. ആ സ്ഥിതിക്ക് ഭഗവാന്റെ ഗുണങ്ങളിൽ മാത്രം ബുദ്ധി വ്യാപരിച്ച ആ ഗോപികമാർക്ക് ഗുണത്രയ നിവൃത്തി എങ്ങനെ അവിടുന്ന് സാധിച്ചു എന്നാണ്.
ഈ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എങ്ങനെ പിന്നീട് ഇവർക്ക് മോക്ഷം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അവിടെ പറയുന്നുണ്ട്, കൃഷ്ണം പരം കാന്തം ന വിദു ബ്രഹ്മതയാ വിദു എന്നും വേണമെങ്കിൽ തിരിച്ചങ്ങനെ പറയാം. പക്ഷെ ഇവിടെ പരീക്ഷിത്ത് ഉദ്ദേശിച്ചത് ഇപ്രകാരം അല്ല ശരി. പിന്നെന്താണ്? അവരുടെ ബ്രഹ്മജ്ഞാനത്തിലുള്ള അതിശയമാണ് അവിടെ പരീക്ഷിത്ത് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ കാര്യമായിട്ടുള്ളൊരു സംശയം ആണ് പരീക്ഷത്തിന് ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. കാരണം ശ്രീകൃഷ്ണന്റെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം, അല്ലെ, സൗന്ദര്യാദി ഗുണങ്ങളിൽ ബുദ്ധി ഭ്രമിച്ചവർക്ക്, അല്ലെങ്കിൽ അതിലെ ബുദ്ധി വ്യാപരിച്ചവർക്ക് ത്രിഗുണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക അസംഭാവ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗുണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ആ പരമ തത്വത്തെ ആസ്വദിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരീക്ഷത്തിന്റെ ഈ ഒരു സംശയം ശരിയാണ് എങ്കിൽ രാസലീല അല്ലേ എന്തായിരിക്കണം? നിവൃത്തിപരത്തിന് പകരം പ്രവൃത്തിപരമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ശ്രീ ശുബ്രഹ്മർഷി പരീക്ഷത്തിൽ നിന്നും ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചതാണ്. എന്താണ് ഉത്തരം പറയണമെന്ന് അവിടെ ഉറപ്പിച്ചുകൊണ്ട്, അല്ലെ, സപ്തമ സ്കന്ധത്തില് നരസിംഹാവതാരം പറയുന്ന സമയത്ത് പറയുന്നുണ്ട് അവിടെ, ഗോപ്യ കാമാൽ ഭയാൽ കംസ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ളതാണ് പിന്നീട് പറഞ്ഞത്. ശ്രീശുക ഉവാച ഉക്തം പുരസ്താമേതത്തെ ചൈദ്യസിദ്ധിം യഥാഗത ദുഷന്നപി ഹൃഷീകേശം കിമുദാഥോക്ഷജപ്രിയ നൃണാം നിശ്രേയസാർത്ഥായ വ്യക്തിർ ഭഗവതോ നൃപ അവ്യയസ്യ അപ്രമേയസ്യ നിർഗുണസ്യ ഗുണാത്മന കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദമേവച നിത്യം ഹരോ വിദധതോ യാന്തി തൻ മയതാം ഹിതേ. അവിടെ പറയുന്നത് ഈ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള രഹസ്യം അങ്ങേക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അങ്ങയുടെ ആ ഒരു സംശയം, നരസിംഹാവതാരത്തിന് കാരണമായിട്ടുള്ള അങ്ങയുടെ സംശയം, അല്ലെ, അസുരന്മാരോട് എന്തെങ്കിലും വിരോധവും ദേവന്മാരോട് എന്തെങ്കിലുമൊക്കെ ദേവന്മാരിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഭഗവാനെ സംബന്ധിച്ച് നിന്ദന സ്തവ സൽക്കാരാനിക്കാരാർത്ഥം, അല്ലെ, ഭഗവാന് സുഖമുണ്ടോ ദുഃഖമുണ്ടോ? ഇല്ല. സൽക്കാരം ഇല്ല, എന്താണ്, തിരസ്കാരമില്ല, സൽക്കാരമില്ല. ഇങ്ങനെയുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അവിടെ തൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ് എങ്കിൽ ഭഗവാൻ അവർക്ക് വേണ്ടതായിട്ടുള്ള മോക്ഷം അവിടെ കൊടുക്കും. അത് ചിലപ്പോൾ ദ്വേഷത്തോടു കൂടിയായിരിക്കും, ചിലപ്പോൾ ഭയത്തോടു കൂടിയായിരിക്കും, ചിലപ്പോൾ ഇതെല്ലാം വിട്ട്, അല്ലെ, പൂർണ്ണമായിട്ട് സ്നേഹത്തോടുകൂടി എല്ലാം, അല്ലെ, കാമുകനോട് എങ്ങനെയാണോ നമുക്കുള്ള ഒരു പ്രേമം അതേ രീതിയിലെല്ലാം ആ ഭഗവാനായിട്ട് കാഴ്ചവെക്കുന്നുള്ള രീതിയിലാണ് ഇവിടെ ഗോപികമാർ അത് സ്വീകരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ശിശുപാലനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? അവിടെ ദ്വേഷത്തോടുകൂടി ആണെങ്കിൽ പോലും എന്താണ്, ഭഗവാൻകൾ സായുജ്യം പ്രാപിക്കുവാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അത്യന്തം പ്രേമഭക്തിയോടുകൂടി ഉപാസിച്ച ആ ഗോപികമാരുടെ, അല്ലെ, അവസ്ഥ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഒരിക്കലും നശിക്കാത്തതും പിന്നെന്താണ്? നൃണാം നിശ്രേയസായ വ്യക്തിർ ഭഗവതോ നൃപ അവ്യയസ്യ അപ്രമേയസ്യ നിർഗുണസ്യ ഗുണാത്മന. ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ഗുണവിഹീനനായിട്ടുള്ള, പിന്നെയോ മഹാത്മ്യശാലിയായിട്ടുള്ള,
അളവറ്റ മഹാത്മ്യം. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞാൽ എന്താണ്? നിർഗുണസ്യ ഗുണാത്മന. നിർഗുണസ്യ യാതൊരുവിധ ഗുണത്തെ അതിജീവിച്ച ആള്. സത്വാദി ഗുണത്തിന്റെ ഗുണങ്ങൾക്ക് ശ്രേയസ് ആയിട്ടുള്ള ആള്. അപ്പോ അങ്ങനെയുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭഗവാൻ വികാരങ്ങള് ഉണ്ടെങ്കിലല്ലേ ബാധിക്കുകയുള്ളൂ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് സ്വീകരിക്കുള്ളൂ. അപ്പം നമ്മള് ഏത് വികാരങ്ങളാണോ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കുന്നില്ല അവിടെ. ഭഗവാന് അതിനെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം ഒരുപോലെയാണ് അവിടെ. അതാണ് സത്യത്തില്. കാമമായാലും ക്രോധമായാലും ഭയമായാലും സ്നേഹമായാലും ഐക്യമായാലും സൗഹൃദമായാലും നിത്യം ഹരോ വിദധതോ യാന്തി തന്മയതാം ഹിതേ. അപ്പൊ എന്ത് വികാരങ്ങളാണെങ്കിലും അതൊക്കെ ഭഗവാനോട് ചേർത്താല് അതിലൊന്നും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. ബാധിക്കുന്നില്ലെന്ന് പറയാൻ കാരണം തൻ്റെ ഉള്ളിൽ വികാരം ഉണ്ടാവുന്നില്ല. അവിടെ വികാരം ഇല്ല. അവിടെ അതിനെ ഒരു വികാരം അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അതിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദേഷ്യമില്ല. സ്നേഹിച്ചാൽ പ്രത്യേക സ്നേഹം നമുക്കൊക്കെ ഇങ്ങനെ തോന്നാം, അല്ലെ? ഗുരുവായൂരപ്പനോട് എന്തോ ഒരു വല്ലാത്തൊരു കാരുണ്യം, വല്ലാത്തൊരു സ്നേഹം എന്നോടുണ്ട്. എവിടെ? ഒന്നുമില്ല. ഭഗവാൻ എല്ലാവരിലും നിസ്സംഗമായിട്ടാണ് നിൽക്കുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പൂജ കഴിക്കുക, വഴിപാടുകൾ കഴിക്കുക, ഇതൊക്കെ ഭഗവാന് വേണ്ടിയിട്ടാണോ? അല്ല, അല്ലേ? നമ്മൾ പറയാറില്ലേ, ഇതൊക്കെ ആർക്ക് വേണ്ടാ കഴിക്കുന്നത്? നമുക്ക് വേണ്ടാ കഴിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് പൂജ കഴിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അത്രയും, അല്ലെ, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പൂജ ചെയ്യുന്നത്. പെർഫെക്റ്റ്, അതിനൊക്കെ നമുക്ക് ഭയങ്കര പെർഫെക്ഷനാണ് ഭഗവാൻ സമർപ്പിക്കുന്നതൊക്കെ. അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെ ഉള്ളിലുള്ള, അല്ലേ, ആ ബോധസ്വരൂപനായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള തത്വബോധമായിട്ടുള്ള ആ ഈശ്വരനെ തനിക്ക് സ്വന്തമായിട്ട് തന്നെ തന്റെ ശരീരം പോലും അല്ലെങ്കിൽ തന്റെ ബുദ്ധിയും മനസ്സും എല്ലാം അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിച്ചു. അങ്ങനെയാണ് എങ്കിൽ എവിടെയാണ് പിന്നെ ഇവർക്ക് ഈ കാമം എന്നുള്ളൊരു അവസ്ഥ? അവിടെ ഇല്ല. അവിടെ ഭഗവാനിൽ സമർപ്പിക്കാന്നുള്ള ഒരു ഇത് നോക്കിക്കഴിഞ്ഞാല് പിന്നെ അവിടെ നമ്മുടെ ഭാവത്തിനാണ് വ്യത്യാസം. എന്ത് നമ്മൾ ഇതായിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളുടെ ഉള്ളില് ഒരു ഏത് ഭാവത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനല്ലേ അവിടെ പ്രാധാന്യം. അവിടെ പ്രാധാന്യം അതിന് തന്നെയാണ്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷ്ണൻ എന്നുള്ളത് ഉള്ളിൽ തന്നെ, നമ്മളുടെ ഉള്ളില് നമ്മളെ കൊണ്ട് തന്നെ പലതും ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധസ്വരൂപൻ, ആ ബോധസ്വരൂപനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എന്തായി? നമ്മളെ ഈ വികാരങ്ങളൊന്നും അവിടെ ബാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഫുൾ ഇവിടെ ഗോപികമാരെന്താ ചെയ്യുന്നത്? ശരിക്ക് പ്രേമഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് നമ്മളെ പൂർണ്ണമായിട്ടും അവർക്കായിട്ട് ഒഴിഞ്ഞു കൊടുക്കുക. ആർക്കായിട്ട്? ഭഗവാനായിട്ട് പൂർണ്ണമായിട്ട് ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഭഗവാനായിട്ട് ഒഴിഞ്ഞു കൊടുക്കുക. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് നിവൃത്തി മാർഗം. നിവൃത്തി മാർഗം ഇതല്ലേ? നിവൃത്തി മാർഗം ഇതാണ്. എന്താണ്? വൈരാഗ്യം, അല്ലേ? എങ്ങനെയാണ്? ഭഗവതി രാഗ വിഷയേഷു വിരാഗ. ഭഗവാനോട് ചേരുക, രാഗം ചെയ്യുക. അപ്പൊ എന്തായി? നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളും, വികാരങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? അജ്ഞതയാണ്. ഈ വികാരങ്ങൾ വരുന്നത് ശരിക്ക് അജ്ഞത കൊണ്ട് വരുന്ന വികാരങ്ങളെ ഒക്കെ നമ്മൾ ഭഗവതി രാഗ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. കാരണം ഇവിടെ ഈ നമ്മളുടെ ഉള്ളിലുള്ള
ആ ശുദ്ധമായിട്ടുള്ള ബോധസ്വരൂപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കാതിരിക്കുന്നതുകൊണ്ട് ബാക്കിയൊക്കെ വിട്ടുപോകുന്നു. ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ അവിടെ എടുക്കേണ്ടത്. അപ്പം ഒരു കാമമോ ക്രോധമോ തന്നെയോ ഭയമോ സ്നേഹമോ അല്ലെങ്കിൽ സൗഹൃദം കൂട്ടുകാരൻ എന്നുള്ളൊരു ഭാവമോ ഒന്നും, ഇങ്ങനെ ഏതായാലും അതുള്ളവര് ഭഗവാനുമായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ അത് അത് ആ തന്മയത്വം അവിടെ ഏതാണല്ലോ പറയുന്നത് അല്ലെ, തന്മയതാം ഹിതേ, ഭഗവാനോട് ചേർത്ത് വെക്കുമ്പോഴേക്കും അതൊക്കെ തന്മയത്വമായിട്ട് മാറുകയാണെന്ന് വെച്ചാൽ താൻ തന്നെ ഭഗവാനായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ശരിക്ക് ദേഷ്യമായാലും സ്നേഹമായാലും പുച്ഛമായാലും ഇതൊക്കെ തന്നോട് തന്നെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തില് ഈ പറഞ്ഞതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് എത്തുന്നത്. തന്നോട് തന്നെ ഉണ്ടാകുക, തൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വര ഭാവത്തെ. നൈവം വിസ്മയ കാര്യോ ഭവതാ ഭഗവത്യജേ യോഗേശ്വരേശ്വരേ കൃഷ്ണേ യത ഏതദ് വിമുച്യതേ. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവനായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ആരിലാണോ യഥാർത്ഥത്തിൽ ഈ ഒരു വികാരങ്ങള് മായയുടെ അല്ലെ രൂപമാണ്. അപ്പം ഈ മായാബന്ധത്തിൽ നിന്നും ആരാണോ ഇവിടുന്ന് മോചിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ യോഗേശ്വരേശ്വരേ കൃഷ്ണേ ഏതത് വിമുച്യത അല്ലെ, എല്ലാ ഭാവങ്ങളും ഏതൊക്കെയാണ്, ജന്മാദി 6 ഭാവങ്ങൾ അല്ലെ, ജനിക്കുക, പിന്നെ വളരുക, ക്ഷയിക്കുക തുടങ്ങിയതായിട്ടുള്ള 6 ഷഡ്ഭാവങ്ങളും ബാധിക്കാത്തതായിട്ടുള്ളതും ഭഗവാന് യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണനില് ഇങ്ങനെ ഒരു സംശയം രൂപത്തിലുള്ള അത്ഭുതം അല്ലെ, ഇങ്ങനെയൊരു സംശയം ഉണ്ടാകുന്നത് തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടെ പറയുന്നത് എന്താണ്, യോഗേശ്വരേശ്വരേ കൃഷ്ണേ യത ഏതദ് വിമുച്യതേ. ഇങ്ങനൊരു അത്ഭുതത്തിന് അവകാശമില്ല ശരി അല്ലേ. ഭഗവാന്റെ ജന്മം മുതൽ തന്നെ തമത്ഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജം ശംഖ ഗദായുധ. അപ്പൊ ഈ ഭഗവാനെ കുറിച്ച് നമുക്ക് ഇനി എപ്പോഴും ഇങ്ങനെ സംശയങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കാനത്. അപ്പൊ ഇത്രയൊക്കെ ഈശ്വരത്വം കണ്ടിട്ട് നമ്മൾ ഈശ്വരനായിട്ട് കണ്ടതായിട്ടുള്ള കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ പരീക്ഷത്തിന് ചോദ്യം വരുന്നത് തന്നെ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണെന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈശ്വരൻ തന്നെയാണ് എന്നതിനെ പറ്റി യാതൊരുവിധ സന്ദേശവും ആർക്കുമില്ല അല്ലെ. ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള കർമ്മങ്ങളിൽ അതിശയവും അതുപോലെ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പാടുള്ളതുമാണ് ശരിക്കും. അപ്പൊ ഈ ഒരു സംശയം ഉന്നയിക്കുന്നത് പരീക്ഷിത്താണ് എങ്കിലും ധാരാളം ജനങ്ങള് ഇത്തരം ഒരു സംശയാലുക്കൾ ആയതുകൊണ്ട് അതിനൊക്കെ എന്താണ് ഒരു പരിഹാരം എന്നുള്ളൊരു രീതിയിൽ എന്ന രീതിയിൽ ആ സംശയം തീരെ അസ്ഥാനത്താണെന്ന് ശുഗബ്രഹ്മർഷി അവിടെ പറയുകയാണ്. കാരണം വെച്ചാൽ എന്താണ്, ഭഗവത്ഗീത തന്നെ അർജുനനോട് പറഞ്ഞിട്ടുള്ളൂ, സംശയാത്മാ വിനശ്യതി അല്ലെ. സംശയം ഉള്ളിടത്തോളം കാലം എന്താണ്, അവന് നാശമാണ് അവന്റെ ഇത്. ഏത് രീതി ആയിക്കോട്ടെ അതിൽ ഉറപ്പ് വേണം, അത്രേ ഉള്ളൂ. ഉറച്ച ഒരു തീരുമാനമാണ്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് അവിടെ പറഞ്ഞു. താ ദൃഷ്ടു ആന്തികമായ താ ഭഗവാൻ വ്രജയോഷിത അവദ്വത് വതതാം ശ്രേഷ്ഠോ വാചഃപേശേ വിമോഹയൻ. അങ്ങനെ ആ ഗോപികമാരെ തൻ്റെ സമീപത്തേക്ക് എത്തിയതായിട്ടുള്ള ഗോപികമാരോട് അല്ലെ, വദതാം ശ്രേഷ്ഠോ വാചഃപേശേർ വിമോഹേ, അവരെ കണ്ട് വാഗ്മിയായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ വാഗ്വിലാസ, അതാണ് വാചഃപേശേർ വിമോഹേൻ അല്ലെ.
വാഗ്വിലാസത്താൽ അവരെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ അമ്പരപ്പിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് അമ്പരപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അവരോട്, അവരെ വിഷമിപ്പിച്ചു. അവരെല്ലാം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിപരമായിട്ടുള്ള രീതി തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഗുരുനാഥൻ എങ്ങനെയാണോ ശിഷ്യന്മാരെ പരീക്ഷിക്കുന്നത്, ഈശ്വരൻ എങ്ങനെയാണോ ഭക്തന്മാരെ പരീക്ഷിക്കുന്നത്, അതേപോലെയാണ് ഇവിടെ ഭഗവാനും അവരുടെ ആ സൗഭഗ മതത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളാണ്. ഇനി ഭഗവാന്റെ വാക്കുകളാണ്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ആ പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.